إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന, അവൻ്റെ പ്രീതി ലഭിക്കുന്ന വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉജ്ജ്വലമായ കലിമത്ത് തൗഹീദ് മനസ്സറിഞ്ഞ് ഉച്ചരിച്ച് സ്വർഗ്ഗാവകാശിയായി മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് അവിടങ്ങളിലെല്ലാം വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും പഠിപ്പിച്ചു നൽകിയ വിശുദ്ധമായ മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ പോലെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സർവ മേഖലകളെയും വളരെ കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് അവിടങ്ങളിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം, ഏത് നിലപാട് സ്വീകരിക്കണം, ആരുടെ കൂടെ നിലകൊള്ളണം എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ മാർഗദർശനം നൽകപ്പെട്ട മറ്റൊരു മതം നമുക്ക് കാണുക സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബയാനൻ ലികുല്ലി ഷൈ وهدى ورحمة وبشرى للمسلمين
തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലായ നബിയെ, നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചിരിക്കുന്നു. തിബിയാനൻ ലികുല്ലി ശൈ, എല്ലാ കാര്യങ്ങളും കൃത്യമായി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. മാത്രവുമല്ല വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്തയും കാരുണ്യവും സന്മാർഗവുമായി കൊണ്ട് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ബയ്യന ലനാ ഫീ ഹാദൽ ഖുർആൻ കുല്ല ഇൽമിൻ വ കുല്ല ശൈ, ഈ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും എല്ലാ അറിവുകളും നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്നാണ്. ഖുർആൻ ഒരു സൂചനയെങ്കിലും നൽകാത്ത ഒരു വിഷയവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അത് ഭൗതികപരമായതാവട്ടെ പാരത്രികമായതാവട്ടെ എല്ലാത്തിലും ഇസ്ലാമിന് കൃത്യമായ ഒരു അഭിപ്രായം പറയാനുണ്ടാകും, കൃത്യമായ ഒരു നിലപാട് രേഖപ്പെടുത്താൻ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിന്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം തീർച്ചയായും ലോകത്തിന്റെ സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മതമാണ്. എല്ലാത്തിലും ഇസ്ലാമിന് കൃത്യമായ ഒരു തീരുമാനമുണ്ട് എന്നതാണ്. ഇങ്ങനെയുള്ള സർവതല സ്പർശിയായ സത്യസന്ധമായ സ്വീകാര്യമായ ഇസ്ലാം എന്ന മതത്തിന്റെ അനുയായിയായ ഒരു മുസ്ലിമാണ് ഞാൻ എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷിക്കുവാനും അഭിമാനിക്കുവാനും അവൻക്ക് അള്ളാഹു ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പും വളരെ വലിയ സ്ഥാനം ലഭിക്കപ്പെട്ട മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. അബൂജഹലിനെ പോലെ മറ്റുള്ള മുശ്രിക്കുകളിലെ പ്രമുഖന്മാരായ നേതാക്കളെ പോലെ ഉയർന്ന സ്ഥാനമാനങ്ങളായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അവർക്കിടയിൽ ഇസ്ലാമിന് മുമ്പും ഉണ്ടായിരുന്നത്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ധാരാളം പീഡനങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളുമാണ് അനുഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നിട്ട് പോലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന കുന്ന അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, തീർച്ചയായും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഞാനൊരു മുസ്ലിമായി തീരുന്നതിന് മുമ്പ് എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ആ ഒരു സമൂഹത്തിന്റെ കൂടെ ഞാൻ നിലകൊള്ളുമ്പോൾ ഏറ്റവും അധികം നിന്ദ്യനായ ഒരു വ്യക്തിയായിട്ടാണ്, ഒരു സമൂഹത്തിലായിരുന്നു നാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി, ഒരു മുസ്ലിം വ്യക്തിയായി മാറിയതോടുകൂടി അള്ളാഹു നമുക്ക് പ്രതാപം നൽകി, ഇസ്സത്ത് നൽകി. അതുകൊണ്ട് തന്നെ ഫമഹ്മാ നത്ലുബുൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്, അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിലേക്ക് വരുമ്പോൾ മാത്രമാണ്, മുസ്ലിമായി ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് യഥാർത്ഥ പ്രതാപം, ഇസ്സത്ത് ലഭിക്കുന്നത്. ആ ഇസ്ലാമിലൂടെ അല്ലാതെ വല്ലവനും വല്ല ഇസ്സത്തും പ്രതാപം തേടുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു അവനെ നിന്ദ്യനാക്കി അപമാനിതനാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. താൻ സ്വീകരിച്ച ഇസ്ലാം കൊണ്ട് അഭിമാനം കൊള്ളാൻ, സന്തോഷിക്കാൻ, അത് ആർജവത്തോടുകൂടി എടുത്തു പറയാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കുക. നമ്മൾ മുസ്ലിമീങ്ങളായിട്ട് ശരിയായ ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള സർവ്വ സാഹചര്യവും സൗകര്യവും സ്ഥിതിവിശേഷಕ್ಕೆ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ, ഒരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്ന മുസ്ലിം നാമധാരികളായിട്ട് പോലും ഇസ്ലാം കൊണ്ട്, നമ്മുടെ മതം കൊണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ഈ ശരിയായ ആദർശം കൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കാറുണ്ടോ? ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും കൃത്യമായ ഒരു നിലപാടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താനൊരു മുസ്ലിമാണ് എന്ന ആ ഒരു അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനത്തെ, സൗഭാഗ്യത്തെ വലിയ അഭിമാനമായി കൊണ്ടു നടക്കാൻ
ഏതു പ്രതികൂല സാഹചര്യവും അനുകൂല സാഹചര്യവും ഒക്കെ മാറി മാറി കടന്നു വരുമ്പോഴെല്ലാം നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമെല്ലാം ഏതർത്ഥത്തിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും പരീക്ഷണങ്ങളും ദുരിതങ്ങളും എന്തൊക്കെ സംഭവിച്ചാലും ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് ഈ കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു അഭിമാനബോധമുള്ള ഇസ്സത്തുള്ള മുസ്ലിമായി ജീവിക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണ്? അവർ മുസ്ലിം നാമധാരികളായിരിക്കും. ഒരു വക്കിൽ നിന്നുകൊണ്ട്, ഒരു ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണ്. പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വന്നവരല്ലവർ. അവൻക്ക് വല്ല ഗുണവും വന്നാൽ, അവൻക്ക് ഉപകരിക്കുന്ന, അവൻക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ അവൻ വളരെ സമാധാനത്തോടുകൂടി അവൻ മുസ്ലിമായി ജീവിക്കും. എന്നാൽ അവൻക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം നേരിട്ടാൽ, അവന്റെ കുടുംബത്തിലോ അവന്റെ സമൂഹത്തിലോ അവൻ ജീവിക്കുന്ന സാഹചര്യത്തിലോ എന്തെങ്കിലും ഒരു പരീക്ഷണം നേരിട്ടാൽ അവന്റെ സ്വഭാവം അവൻ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവനാണ്. അവന്റെ ആദർശത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അവന്റെ ആശയത്തിൽ നിന്നും അവൻ പിന്മാറുന്നവനാണ്. അവിടെ ഞാനൊരു മുസ്ലിമാണെന്ന ബോധം അവൻക്ക് നഷ്ടപ്പെടും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഖസിറദ് ദുനിയാ വൽ ആഖിറ. ഇങ്ങനെയുള്ള അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, പ്രതികൂല സാഹചര്യം വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന, ദീനിനെ മറക്കുന്ന ആളുകൾ, അവർ ഏറ്റവും വലിയ ദുനിയാവിലും പരലോകത്തിലും നഷ്ടം സംഭവിച്ച ആളുകളാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഒരു മനുഷ്യൻക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം അതാണ്. ദുനിയാവും പരലോകവും അവൻക്ക് നഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. തനിക്ക് അനുകൂല സാഹചര്യം വരുമ്പോൾ മാത്രം ദീനിനെ കെട്ടിപ്പിടിക്കും. ചെറിയ പ്രശ്നം വരുമ്പോ അവിടെ തന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്സത്തോടുകൂടി ആ പരീക്ഷണങ്ങളിൽ അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അതിൽ മറികടക്കാൻ സാധിക്കാതെ ആളുകളൊക്കെയും എങ്ങനെയാണ് എന്ന് കരുതി, നാട്ടിലെ സാഹചര്യം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അവിടെ തന്റെ ഭൗതികപരമായതോ മറ്റോ ചില ആവശ്യങ്ങൾക്കും തന്റെ സുഖങ്ങൾക്കും വേണ്ടി പ്രയാസങ്ങൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ദീനിനെ വിട്ടുമാറുന്ന സ്വഭാവമുള്ള ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവർക്ക് ദുനിയാവും നഷ്ടം പരലോകവും നഷ്ടമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ചില ആളുകളില്ലേ? ബഹുഭൂരിഭാഗം ആളുകളും ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. അവർക്ക് നല്ല സൗകര്യം സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പടച്ചവനെ അവർക്ക് ഓർക്കാൻ കഴിയുക. നിസ്കാരത്തിന്റെ കാര്യമെടുത്താൽ അവരുടെ കച്ചവട തിരക്കുകൾക്കിടയിൽ നിസ്കാരം അവർക്ക് ആവശ്യമില്ല. കല്യാണ വീടുകളിൽ പോയാൽ നിസ്കാരം ആവശ്യമില്ല. മറ്റുള്ള തങ്ങളുടെ അങ്ങനെയുള്ള ഭൗതികപരമായ തിരക്കുകൾക്കിടയിൽ റബ്ബിനെ ഓർക്കാനോ ദീന് പഠിക്കാനോ ദീന് കേൾക്കാനോ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. പിന്നെയോ എല്ലാ മറ്റുള്ള ഭൗതിക തങ്ങളുടെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ അവസാനിച്ച് വളരെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ ജുമുഅ ഖുതുബകൾ പോലെ, ജുമുഅ ദിവസം പോലെ, വെള്ളിയാഴ്ച പോലെയുള്ള നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം ദീൻ പഠിക്കാൻ കുത്തിയിരിക്കുന്ന, നിസ്കരിക്കാൻ ബോധം കാണിക്കുന്ന ആളുകളായിട്ട് മാറുന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുപോലെ തന്നെ എനിക്കതും പ്രശ്നമില്ല, എനിക്കിതും പ്രശ്നമില്ല, എനിക്ക് അങ്ങനൊന്നുമില്ല, എനിക്ക് മുജാഹിദ് എന്നോ സുന്നി എന്നോ വ്യത്യാസമൊന്നുമില്ല, ഞാൻ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു ന്യൂട്രലിൽ പോകുന്ന ചില മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇവരെ കുറിച്ച് ഈ കേൾക്കുന്നവരും മനസ്സിലാക്കുന്നത് ഇവർ കുഴപ്പമില്ല എന്നാണ്. കാരണം ഇയാൾക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല,
അയാൾ ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്, ഈ പള്ളിയിൽ പോവും, മറ്റേ പള്ളിയിൽ പോവും, അങ്ങനെയാവണം, അയാൾക്ക് വലിയ കടും കൊടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെയുള്ള ന്യൂട്രലിൽ പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത് വലിയ അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിലുമില്ല ഇതിലുമില്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, എനിക്കെല്ലാം തുല്യമാണ് എന്ന് പറഞ്ഞ് ആ നിലപാടിൽ നിൽക്കുന്ന ആളുകൾ വലിയ അപകടകാരികളാണ്. കാരണം ഒരിക്കലും സത്യം പഠിക്കാൻ അവർ തയ്യാറാവില്ല എന്നതാണ്. മറ്റയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചെറുപ്പം മുതലേ വിശ്വസിച്ച് വന്ന തനിക്ക് പഠിപ്പിക്കപ്പെട്ട ആദർശം അങ്ങനെയായത് കൊണ്ടായിരിക്കാം അതിൽ അടിയുറച്ചു നിൽക്കുന്നതും ആ ആദർശത്തിന് എതിരെ വരുന്ന, എതിരെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് വളരെ കാർക്കശത്തോടു കൂടി അവർ ഇടപെടുന്നത്. കാരണം മനസ്സിൽ തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ ആശയം സത്യമാണെന്നാണ് ആ സാധുക്കൾ കരുതുന്നത്. ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ശിർക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുടെ അവസ്ഥ ഇതാണ്. അവർ കരുതുന്നത് തങ്ങളുടെ ആദർശം സത്യമാണ് എന്നാണ്. അള്ളാഹു അല്ലാത്ത ഔലിയാക്കളെയും അമ്പിയാക്കളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും പ്രവാചകന്മാരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം, അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്, അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടവർ. അതുകൊണ്ട് തന്നെ ആ ആശയത്തോട് എതിര് പുലർത്തുന്ന, അതിനെതിരെ സംസാരിക്കുന്ന, ശബ്ദിക്കുന്ന ആളുകളോട് നല്ല ദേഷ്യവും വെറുപ്പും അവർക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. അതേ അവസരത്തിൽ സത്യം അവർക്ക് എന്ന് ബോധ്യപ്പെടുന്നു, ആ അവസരത്തിൽ ഒരു പക്ഷെ ആ സെക്കൻഡിൽ തന്നെ, ആ നിമിഷത്തിൽ തന്നെ അതിൽ നിന്ന് മാറി ശരിയായ ആദർശത്തിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറാവും. കാരണം അവർ ആത്മാർത്ഥമായിട്ടാണ് ആ വിശ്വാസത്തിൽ നിൽക്കുന്നത് എന്നതാണ്. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അതും പ്രശ്നമല്ല, ഇതും പ്രശ്നമില്ല, ഞാൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്, എനിക്ക് നേർച്ചയുടെ ചോറും കുഴപ്പമില്ല, എനിക്ക് നല്ല മറ്റേ സാധാ ചോറും കുഴപ്പമില്ല, അത് ഭക്ഷണമില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ മറ്റിടത്ത് പോയി ഇവിടെയും പോവും, ഇങ്ങനെ പറഞ്ഞ് ഈ ന്യൂട്രലിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ സത്യം അവർക്ക് വെളിപ്പെടുന്ന ഒരു സാഹചര്യം പോലും അവർക്ക് ഉണ്ടാവില്ല എന്നാണ്. കാരണം അവർക്ക് ഏതും കുഴപ്പമില്ല, അവർക്ക് ഇങ്ങനെ പോയാൽ മതി, എല്ലാവരുടെ കൂടെ ഇങ്ങനെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് പോയാൽ മതി, ഈ ഒരു ചിന്താഗതിയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കാം ഒരു പക്ഷേ ഹിദായത്ത് കിട്ടാൻ വൈകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അഴകുഴമ്പ നിലപാട് സ്വീകരിക്കുന്നവരാവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ശരിയായ ഒരു നിലപാട്, ഒരു കൃത്യമായ ഒരു ദീനി നിഷ്ഠ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഏത് സാഹചര്യത്തിലും ഉണ്ടാവണമെന്നതാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. കുറച്ച് മാത്രം പ്രവേശിക്കുകയല്ല, നിങ്ങൾക്ക് അനുകൂല സാഹചര്യവും മാത്രം, നല്ല സുഖത്തിലും സൗകര്യത്തിലും സന്തോഷത്തിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല ദീനിലേക്ക് വരേണ്ടത്. ഏതവസരത്താലും, ലോകം തകിടം മറിഞ്ഞാലും, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, എത്ര കണ്ട് പീഡനങ്ങളും പരീക്ഷണങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു ആദർശത്തിൽ നിലകൊള്ളണമെന്നാണ്. ഇസ്ലാമിലേക്ക് അവൻ കടന്നു വരണം. ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല. ആ നിലക്ക് പൂർണ്ണനായും ജീവിതത്തിലുടനീളം ദീനുള്ള, മതബോധമുള്ള, ആദർശബോധമുള്ള, താനൊരു മുസ്ലിമാണെന്ന അഭിമാനബോധമുള്ള വ്യക്തിയായി ജീവിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ അഴകുഴമ്പൻ നിലപാട്, അതിലുമില്ല ഇതിലുമില്ല ഇങ്ങനെ പറയുന്ന, സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ രണ്ട് തോണിയിലേക്ക് കാല് വെക്കുന്ന സ്വഭാവം, അത് യഥാർത്ഥത്തിൽ മുനാഫിക്കിന്റെ സ്വഭാവമാണ്. അത് വിശ്വാസിയുടെ സ്വഭാവമല്ല. പരലോകത്ത് എനിക്ക് സ്വർഗം ലഭിക്കണം, എനിക്ക് രക്ഷപ്പെടണം എന്ന് ബോധ്യമുള്ള ഒരു മുസ്ലിമിന്റെ അടയാളമല്ല. മറിച്ച് നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ കപടവിശ്വാസികളായ പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഞങ്ങളിതാ നിങ്ങളിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ റസൂലാണെന്ന് പ്രഖ്യാപിക്കുകയും തിരിഞ്ഞു പോകുമ്പോൾ യുദ്ധത്തിന്റെ പോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പിന്മാറിക്കളയുന്ന ഈ സ്വഭാവം മുനാഫിക്കുകളുടെ സ്വഭാവമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുനാഫിക്കുകൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരും. അള്ളാഹു പറയുകയാണ്, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിക്കുകൾ വന്നിട്ട് പ്രവാചകനോട് പറയും, ഇന്നക ലറസൂലുള്ളാഹ്, നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. മുനാഫിക്കുകൾ വന്നിട്ട് പറയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വല്ലാഹു യഅലം ഇന്നക ലറസൂലു,
അള്ളാഹുവിനറിയാം നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിനറിയാം. എന്നാൽ വല്ലാഹു യശ്ഹദ്, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നൽ മുനാഫിഖീന ലകാദിബുൻ, ഈ പറഞ്ഞ നിങ്ങൾ റസൂലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഈ മുനാഫിഖുകൾ നുണയന്മാരാണ്, ഖാദിബികളാണ് എന്നതിന് അള്ളാഹു സാക്ഷിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നുണ്ട്. അവർ പറയുന്നത് വിശ്വസിക്കരുത്, അവർ നിങ്ങളോട് വെറുതെ പറയുന്നതാണ് എന്നുള്ളതാണ്. കാരണം യുദ്ധത്തിന്റെ രംഗത്ത് യുദ്ധം വരുമ്പോൾ അവരുടെ യഥാർത്ഥ മുഖം അവിടെ വ്യക്തമാവും എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫരിഹൽ മുഖല്ലഫൂന ബിമഖാദിഹിം ഖിലാഫ റസൂലില്ലാഹ് വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ. യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിന് മുസ്ലിമീങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഈ മുനാഫിഖുകളായ ആളുകൾ അവരെ കുറിച്ച് പറയാണ്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖാദിഹിം ഖിലാഫ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി കൊണ്ട് യുദ്ധത്തിന് പോകാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഈ മുനാഫിഖുകൾ സന്തോഷിക്കുകയാണ്. ഈ മുസ്ലിമുകളൊക്കെ ഇപ്പൊ പോയി യുദ്ധത്തിൽ മരിച്ചു പോകും, നമുക്ക് രക്ഷ കിട്ടി, നമ്മളൊന്നും യുദ്ധത്തിന് പോയില്ല എന്ന് പറഞ്ഞവർ സമാധാനിക്കുകയാണ്. അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ, ധർമ്മസമരം ചെയ്യാൻ അവർ വെറുക്കുകയാണ്. അവർ പറയുന്ന ഒരു ന്യായമുണ്ട്, വഖാലു ലാ തൻഫിറു ഫിൽ ഹർ, നിങ്ങൾ ഈ വല്ലാത്ത ഉഷ്ണകാലത്ത്, ചൂടുള്ള ഈ കാലത്ത് എന്തിനാണ് വെറുതെ പോകുന്നത്, നിങ്ങൾ പോകരുത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, നാറു ജഹന്നം അശദ്ദു ഹർറാ, മുനാഫിഖീങ്ങളെ നിങ്ങൾ അറിയണം, നരകത്തിന്റെ ശിക്ഷ, അതിന്റെ ചൂട് ഇതിനേക്കാളും എത്രയോ ഇരട്ടിയാണ്, കഠിനമാണ്. ലൗ കാനു യഫ്ഖഹൂൻ, ഇത് ഈ മുനാഫിഖുകളായ ഈ പിന്തിരപ്പന്മാരായ ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിശുദ്ധ ദീനിൽ നമുക്കുണ്ടാകാൻ പാടില്ല എന്നതാണ്. വളരെ കൃത്യമായ ഒരു നിലപാട് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ സദാസമയവും ജീവിതത്തിലുടനീളം നമ്മളിലൂടെ കടന്നു പോകുന്ന മുഴുവൻ മേഖലകളിലും എല്ലാ ജീവിത രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ്, അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ ഒരു അഭിമാനം, ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ എന്നുള്ളതാണ്. നമുക്കിപ്പോഴും മുസ്ലിമാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായ, ഇസ്ലാമിന്റെ ശത്രുക്കളായ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാനും അതിനെ കരിവാരിത്തേക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഈ അഴകുഴമ്പ നിലപാട് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് വളരെ ദുർഘടം പിടിച്ച സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നുവരെ ഇല്ലാത്ത പുതിയ ഒരു പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും സഹകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഡാൻസും മ്യൂസിക്കും അടങ്ങുന്ന പുതിയ പുതിയ സംഗതികളാണ് സ്കൂളുകളിൽ വലിയ പുരോഗമനത്തിന്റെയും മദ്യവിരോധനത്തിന്റെയും മാർഗമായി കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ അധികാരികൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇവിടെ നടപ്പിലാക്കുമ്പോൾ ചില ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉയർന്നു വന്നാലും ഈ മതത്തിന്റെ വിശ്വാസികളാണെന്ന് പറയുന്ന, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളിൽ തന്നെയുള്ള ബഹുഭൂരിഭാഗം ആളുകളും ഇതിന് സഹകരിക്കുന്നവരാണ്, ഇതിന്റെ കൂടെ ഇരുന്ന് ഒന്നാമത്തെ ലൈനിൽ തന്നെ, സൊഫിൽ തന്നെ നിന്ന് തുള്ളുന്നവരാണെന്ന തിരിച്ചറിവാണ് ഇവർക്ക് ഏറ്റവും വലിയ വിജയമായിട്ടുള്ളത്. അവർക്കറിയാം, കാരണം നമുക്ക് മനസ്സിലാകുന്ന ബോധ്യമുള്ള കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ തന്നെയാണ്. വലിയ ശതമാനം മുസ്ലിമീങ്ങൾക്ക് ഇത് പ്രശ്നമില്ല. അവർ കുടുംബസമേതം, അധ്യാപകരും കുട്ടികളും മുസ്ലിം നാമധാരികളായ ഈ ആളുകളാണ് ഇത്തരം പദ്ധതികളിൽ, ഇത്തരം പരിപാടികളിൽ ഒന്നാമത്തെ സഫിൽ നിന്നുകൊണ്ട് മാതൃക കാണിക്കുന്നത്. അതിന്റെ വീഡിയോകളാണ്, ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള അഭിമാന ബോധമുള്ള, ഇസ്സത്തുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര സങ്കടകരമായിരിക്കും പ്രിയപ്പെട്ടവരെ.
നമ്മുടെ മക്കൾ ഈ പറയുന്ന രൂപത്തിൽ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരു കുട്ടിയാണ് സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ ഒരു രംഗം കാണുമ്പോൾ ആ കുട്ടി എന്തായിരിക്കും ചെയ്യുക? മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള അത്രയും ദീനിന്റെ നിറകുടമായ മാതൃകാ യോഗ്യനായ ഒരു കുട്ടിയാണ് നമ്മുടെ കുട്ടിയെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു രംഗം കണ്ടാൽ ആ കുട്ടി എന്തായിരിക്കും ചെയ്യുക? വീട്ടിൽ വന്ന് വളരെ സങ്കടത്തോടു കൂടി തന്റെ രക്ഷിതാവിനോട് പറയും, ഉമ്മ, ഉപ്പ, സ്കൂളുകളിൽ ഇങ്ങനെ ഒരു രംഗം കാണുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമിന് എത്രമാത്രം പ്രയാസമുണ്ടാക്കുന്ന, നമ്മുടെ ദീനിന് എത്രമാത്രം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ. അതുകൊണ്ട് ഉമ്മ, ഞാൻ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും. ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല. എന്റെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നാലും ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല, ഞാൻ മാറി നിൽക്കും എന്ന് പറയുന്ന ആർജവമുള്ള കുട്ടിയായിട്ട്, മതബോധമുള്ള കുട്ടിയാണെങ്കിൽ അവൻ മാറും. എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് വലിയൊരു വിഭാഗം ആളുകൾക്ക്, വളരെ ഒറ്റപ്പെട്ട ചില ആളുകൾ മാത്രം ഇതിനെതിരെ ശബ്ദിക്കുന്നു എന്നല്ലാതെ ഈ മുസ്ലിമീങ്ങളായ സ്കൂളുകളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ തന്നെ എന്താണ് ഇതിന് കുഴപ്പം? അങ്ങനെ ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഒരു കാര്യം ചെയ്താൽ എന്താണ് കുഴപ്പം? എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ചർച്ച ഉണ്ടാക്കുന്നത്? എന്തിനാണ് സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങളായ ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞല്ലോ, യൂഷികു അൻ തദാ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫ്ഖിൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, തീർച്ചയായും ഒരു കാലം വരും. എന്താണ്? എല്ലാ ഭാഗത്തു നിന്നും, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ മുന്നിട്ട് വരുന്ന ഒരു അവസ്ഥാവിശേഷം വരാറായിട്ടുണ്ട് എന്ന് അന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ തീൻമേശയിലേക്ക് ഭക്ഷണം വാരി വെക്കപ്പെട്ട തീൻമേശയിലേക്ക് ഭക്ഷണ കൊതിയന്മാരായ, തീറ്റ കൊതിയന്മാരായ ആളുകൾ ഇങ്ങനെ ആർത്തിയോടുകൂടി അവരുടെ കൈകളെ ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ, മുന്നിട്ട് കടന്നു വരുന്നത് പോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ, ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, നശിപ്പിച്ച് തീർക്കാൻ വേണ്ടി ധാരാളം ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെ കടന്നു വരുമെന്നാണ്. ഖീല യാ റസൂലല്ലാഹ്, ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് വളരെ സങ്കടത്തോട് ചോദിച്ചു, ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അന്ന് മുസ്ലിമീങ്ങൾ വളരെ കുറഞ്ഞവരാണോ? ഭൂരിപക്ഷം കുറഞ്ഞ ന്യൂനപക്ഷം ആളുകളായത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അള്ളാന്റെ റസൂൽ അവിടെ പറഞ്ഞ മറുപടി, ഖാല ലാ, അല്ല, മുസ്ലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നതല്ല കാരണം, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മറിച്ച് മുസ്ലിമീങ്ങളുടെ എണ്ണം മഴവെള്ള പാച്ചിലിലെ ചപ്പ് ചണ്ടി ചവറുകളെ പോലെ ധാരാളം ആളുകൾ ഉണ്ടാവും. മുസ്ലിമീങ്ങൾ എണ്ണത്തിന് ഒരു കുറവുണ്ടാവില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് സ്കൂളുകളിലൊക്കെ കൂടുതൽ മുസ്ലിമീങ്ങളാണ് അധിക സ്കൂളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എണ്ണത്തിന്റെ കുറവല്ല. പിന്നെ എന്താണ് പ്രശ്നം? യുജ്അലുൽ വഹ്നു ഫീ ഖുലൂബികും, നിങ്ങളുടെ അന്ന് ജീവിക്കുന്ന, ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ വഹ്നുണ്ടാവും എന്നുള്ളതാണ്. വയുൻസഉർ റുഅബു മിൻ ഖുലൂബി അദുവ്വികും, ഈ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ പേടിയുണ്ടായ സാഹചര്യം മാറി, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഒരു പേടിയുമില്ലാത്ത അവരുടെ ഹൃദയത്തിൽ നിന്ന് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ആ ഒരു പേടി മാറിപ്പോകുമെന്നാണ്. അതിന്റെ കാരണമായി സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലെ, എന്താണ് ഈ വഹ്ന് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അടങ്ങാത്ത അവന്റെ സ്നേഹമാണ്, ആ ദുനിയാവിനോടുള്ള അവന്റെ അങ്ങേയറ്റത്തെ ആർത്തിയാണ്. അതുപോലെ തന്നെ കറാഹിയത്തുൽ മൗത്ത്, മരിക്കുമെന്ന ചിന്തയില്ലാതെ, മരിക്കുമെന്ന ബോധമില്ലാതെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമില്ലാതെ അവൻ എങ്ങനെ ദുനിയാവിന്റെ ആളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അന്ന് കൂടുതലും ഭൂരിപക്ഷവും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഈമാനിന്റെ ദൗർബല്യം, മുസ്ലിമീങ്ങൾ ഇങ്ങനെയുള്ള ദൗർബല്യമുള്ള ആളുകളായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ശത്രുക്കൾ അവരെ മറികടക്കും. അങ്ങനെയാണ് ഈ ഒരു സ്ഥിതിവിശേഷം എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിമീങ്ങളെ കാർന്നു തിന്നുന്ന ആളുകൾ ഉടലെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ സത്യത്തിൽ ഇന്ന് ഇതാണ് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾക്കെതിരെ ഏത് അർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ, അവരെ കുറ്റപ്പെടുത്താൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്ന് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയും ആ രൂപത്തിൽ ചർച്ച ചെയ്യുകയും അവർക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ അത് ശബ്ദിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ശരിയായ മുസ്ലിമായി ജീവിക്കാൻ, കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതാണ് രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ തീരുമാനിക്കേണ്ടത്. ഒരു കാരണവശാലും സ്കൂളിൽ മറ്റുള്ള എത്ര മുസ്ലിം കുട്ടികൾ ഇതിന് സഹകരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അർത്ഥത്തിലും ഇഷ്ടപ്പെടാത്ത, പ്രവാചകൻ ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്ത ഈ മോശപ്പെട്ട വൃത്തികെട്ട സംസ്കാര പ്രവർത്തനമായ ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ കുട്ടിയെ ചേർക്കില്ല എന്ന നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണം. സാരില്ല, അതൊക്കെ കുട്ടികളല്ലേ, സ്കൂളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇന്നൊക്കെ ആരും ഇതൊക്കെ ശ്രദ്ധിക്കാം, അങ്ങനെ ബാക്കി പലതും നമ്മൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. വളരെ ഗൗരവത്തിലുള്ള ഒരു തീരുമാനം നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ എടുക്കണം. ഇപ്പോൾ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ ആ രൂപത്തിലുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം. എൻ്റെ കുട്ടിയെ ഞാൻ അതിൽ ഒരിക്കലും ആ ഒരു ഹറാമിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം എടുക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. ആ രൂപത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കണം എന്നതാണ്. അങ്ങനെ ആവുമ്പോഴാണ് ശരിയായ ഒരു വിശ്വാസി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറിയാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, വലാ തഹിനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ, ഇൻ കുൻതും മുഅ്മിനീൻ, യഥാർത്ഥ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല കെട്ടുറപ്പുള്ള വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയങ്ങളിൽ വളരെ പക്വമായി കൊണ്ട് ഇടപെട്ടുകൊണ്ട് കൃത്യമായ ഒരു നിലപാടുള്ള വിശ്വാസികളായി നമ്മൾ മാറണം. ആ വിഷയത്തിൽ നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. മുഹറം മാസത്തിൻ്റെ പോരിശയും പ്രത്യേകതയും കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, നിർവഹിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ ഒരു ഇബാദത്താണ് നോമ്പ് എന്നത്. ആശൂറായിൻ്റെ മുഹറം 10 നോമ്പ്. ആ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹ എന്നാണ്. ആശൂറാവിന്റെ മുഹറം 10 ഒരാൾ ആത്മാർത്ഥമായി നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന്റെ കഴിഞ്ഞുപോയ ചെറുപാപങ്ങളെല്ലാം, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ നോമ്പിൽ ഒരു വർഷം ചെയ്ത ചെറിയ തിന്മകളൊക്കെയും പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അത്രയും വലിയ റബ്ബിന്റെ വാഗ്ദാനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ മുഹറമിലെ 10 ആശൂറ എന്നാണ് അത് പറയാം. ആ ആശൂറാവിന്റെ നോമ്പ് നമ്മൾ നിർബന്ധമായും ഒരു നിർബന്ധം എന്ന നിലക്ക്, സുന്നത്താണെങ്കിലും ഒരു നിർബന്ധം എന്ന നിലക്ക് നോറ്റുവിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇതിന്റെ കൂടെ മുഹറം 9 താസുആന്റെ നോമ്പും സുന്നത്താണ് എന്നതാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നോമ്പ് നിർവഹിക്കാൻ തന്റെ ജീവിതകാലത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിലും അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പെടുക്കുമെന്ന് പ്രവാചകൻ ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചു. ഇതിന്റെ കൂടെ ചേർത്തി മുഹറം 9 10 ഈ 2 നോമ്പെടുക്കൽ സുന്നത്താണ്. മുഹറം 10 ആശൂറാവിന്റെ നോമ്പ്,
അതിപ്രധാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രതിഫലത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രായപൂർത്തിയായ മക്കളോടും ഭാര്യമാരോടും കുടുംബത്തോടും ഈ നോമ്പ് നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇത്തരത്തിലുള്ള അവൻ നിശ്ചയിച്ച വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകമായി ചില പ്രയാസങ്ങൾ കൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഈ പള്ളിയുടെ വളരെ സജീവ പ്രവർത്തകനായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ പ്രിയപ്പെട്ട നമ്മുടെ മജീച്ച, അദ്ദേഹത്തിൻ്റെ അമ്മായിക്ക് ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർ എന്തൊരു പ്രയാസമാണോ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് പൂർണ്ണമായ ഒരു പരിഹാരം, അതിനുള്ള പൂർണ്ണമായ ഒരു ശമനം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഇവിടെ വരുന്ന ഒരു പ്രവർത്തകന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യാതൊരു പ്രയാസം കൂടാതെ ഏറ്റവും നല്ല രീതിയിൽ ആഫിയത്തോടു കൂടി ആ ഒരു ശസ്ത്രക്രിയ പൂർത്തീകരിച്ച് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ആ സഹോദരൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥന വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പൂർണ്ണമായ പരിഹാരം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അവരെയും നമ്മയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പീഡനങ്ങളും ആരൂപത്തിലുള്ള സംഘർഷങ്ങളും ഒക്കെ കടന്നു വന്നാലും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്ന ആ ഒരു ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.